മഹാപ്രവാചകർ യഅ്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ജീവിതത്തിൽ ഒരുപാട് വിഷമങ്ങളും സങ്കടങ്ങളുമെല്ലാം അനുഭവിച്ചു കഴിഞ്ഞതിന് ശേഷം അതിൻ്റെയൊക്കെ പരിസമാപ്തി കുറിച്ചുകൊണ്ട് അവസാനം യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കാണുന്നതിന് വേണ്ടി ഈജിപ്തിലേക്ക് കടന്നു ചെല്ലുന്നുണ്ട്. തൻ്റെ പിതാവാകുന്ന യഅ്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരുമ്പോൾ ബഹുമാനപ്പെട്ട യൂസുഫ് നബി തൻ്റെ രാജസിംഹാസനത്തിൽ നിന്നും എഴുന്നേൽക്കാതിരിക്കുന്ന സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ മുഖറബുൽ അംലാക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുഖേന ഒരു വഹി അറിയിച്ചു കൊടുക്കുന്നുണ്ട്. അത്തതആലമു അൻ തഖൂമ ലി അബീക, അല്ലയോ യൂസുഫ് നബിയെ, അങ്ങയുടെ പിതാവിനെ ഒന്ന് ആദരിച്ചുകൊണ്ട് ബഹുമാനിച്ചുകൊണ്ട് ഒന്ന് എഴുന്നേൽറ്റുകൂടായിരുന്നോ? വഇസ്സതി വകറമി ലാ അഖ്റജതു മിൻ സുൽബിക നബിയ, ആ ഒരൊറ്റ കാരണം കൊണ്ട്, അങ്ങ് തൻ്റെ പിതാവിനെ കണ്ടിട്ട് എഴുന്നേൽക്കാത്ത ഒരൊറ്റ കാരണം കൊണ്ട് അങ്ങയുടെ പരമ്പരയിൽ ഞാൻ ഒരു പ്രവാചകരെയും പുറപ്പെടുവിപ്പിക്കുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല യൂസുഫ് നബിയോട് താക്കീത് കൊടുക്കുന്നതായി ബഹുമാനപ്പെട്ട ഗസാലി ഇമാം അവിടുത്തെ ഇഹ്യാ ഉലൂമുദ്ദീൻ എന്ന ഗ്രന്ഥത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. തൻ്റെ പിതാവിനെ കണ്ടിട്ടു എഴുന്നേൽക്കാത്തതിൻ്റെ പേരിൽ ഒരു പ്രവാചക പരമ്പരയെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റിവെച്ചു എങ്കിൽ, അല്ലെങ്കിൽ ആ പ്രവാചക പരമ്പരയ്ക്ക് തന്നെ അള്ളാഹു അന്ത്യം കുറിച്ചു എങ്കിൽ, നമ്മൾ മനസ്സിലാക്കണം, ഇന്നിൻ്റെ ഈ ആധുനിക നവനൂറ്റാണ്ടിൽ എന്തുമാത്രം മക്കളാണ് തങ്ങളുടെ മാതാപിതാക്കളെ ഉപദ്രവിക്കുകയും ഒരുപാട് തരത്തിൽ വേദനിപ്പിക്കുകയും പള്ളയിൽ കത്തിക്കുത്തി കയറ്റുകയും ഞങ്ങളെ സൃഷ്ടിച്ചതിൻ്റെ പേരിൽ, ജനിപ്പിച്ചതിൻ്റെ പേരിലുള്ള പ്രായച്ചിത്തമായി അവരെ കൊന്നുകളയുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലൂടെയല്ലേ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അള്ളാന്റെ ഹബീബ് പറഞ്ഞതുപോലെ റിളല്ലാഹു ഫീ റിളൽ വാലിദൈൻ, മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് അള്ളാഹുവിൻ്റെ തൃപ്തിയുള്ളത്. ആ തൃപ്തി മാതാപിതാക്കളിലൂടെ നമ്മൾ നേടിയെടുക്കണം. അള്ളാഹു ഇരു ലോകത്തും വിജയിക്കുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.